ഡയറക്ട്ലി റിവീൽ ചെയ്യാൻ ഞാൻ കുറച്ച് സ്ട്രെസ്ഡ് ആണ്. സീറ്റ് വാങ്ങുക, പുതിയതായിട്ട് ഇപ്പോൾ +2 സ്റ്റുഡൻസോ ഫ്രഷേഴ്സോ ഒക്കെ കേൾക്കുന്നവർക്ക് ഒരു അഗ്രികൾച്ചറോ BDSോ ചെറുപ്പം മുതലേ എൻ്റെ ഒരു ആഗ്രഹമാണ് ഡോക്ടർ ആവുന്നത്. ഒരു സൈലത്തിനെ എന്താണ് ഹെയ്റ്റ് ക്യാമ്പയിൻ ചെയ്ത് നടക്കുന്നവർ കുറേ പേര്. ഹായ്, ഹലോ. ഒത്തിരിയും പേര് എൻ്റെ നീറ്റിൻ്റെ റിസൾട്ട് എന്താണ്, എങ്ങനെയാണ്, സ്കോർ എത്ര എന്നൊക്കെ ചോദിച്ച് കുറച്ച് കമൻസ് വരുന്നുണ്ട്. സോ ഐ തോട്ട് ഞാൻ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് എൻ്റെ മാർക്സ് ഡയറക്ട്ലി റിവീൽ ചെയ്യാൻ ഞാൻ കുറച്ച് സ്ട്രെസ്ഡ് ആണ്. പക്ഷെ എന്നാലും ഞാനൊരു ഏകദേശം ധാരണ തരാം. ബിഫോർ ദാറ്റ്, നീറ്റ് കിട്ടാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഇതിലുണ്ടാവും. ലൈക്ക് അവർ എന്തിനാണോ ആഗ്രഹിച്ചത്, എന്താണ് MBBSനാണ് ആഗ്രഹിച്ചത്, പക്ഷെ അത് കിട്ടാതെ പോയി എന്നുള്ള കുറേ പേര് കാണും. അപ്പം അവർക്ക് വേണ്ടി പറയാനുള്ള എൻ്റെ ഒരു പീസ് ഓഫ് അഡ്വൈസ് ഒന്നും എടുക്കണ്ട. ഞാനൊരു ലൈക്ക് ഒരു ഫ്രണ്ട് പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ അതിനെ എടുത്താൽ മതി. വേറൊന്നും അല്ലടാ, നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്തായാലും നമ്മൾ പഠിക്കുമ്പോഴായാലും നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എല്ലാം അൾട്ടിമേറ്റ്ലി ഒരു എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ആ പ്രിപ്പറേഷൻ ജേർണിയിൽ ത്രൂ ഔട്ടുള്ള നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗവൺമെന്റ് സീറ്റ് വാങ്ങുക എന്നുള്ളത് തന്നെയായിരിക്കും. അതിലൊന്നും വേറെ ഒരു എതിർപ്പും അതിലില്ല. പക്ഷെ നമുക്കറിയാം, ലൈക്ക് എല്ലാവരും പറയും, ലൈക്ക് നീറ്റ് എഴുതി കിട്ടിയവരോ കിട്ടാത്തവരോ പറയുന്നത് കേൾക്കാം, നമുക്ക് ഹാർഡ് വർക്ക് മാത്രം പോരാ, ലക്കിന്റെയും കൂടെ ആവശ്യം ഉണ്ടാകും. അപ്പോഴൊക്കെ ഞാൻ ഒരു +2 ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, അതിന്റെ എന്താണ് ലക്ക്, അത് ഓരോരുത്തരുടെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അല്ലെങ്കിൽ ലക്കിന്റെ ഒന്നും വലിയ കാര്യമില്ല, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് കിട്ടുമല്ലോ എന്നുള്ളൊരു, എനിക്ക് ചെറുതായിട്ടൊരു പുച്ഛമില്ല, എന്നാലും കൈൻഡ് ഓഫ് ആ ഒരു ഇതിലായിരുന്നു. ലൈക്ക് ഇവര് ലക്കും കൂടെ വേണം എന്ന് പറയാൻ നേരം. പക്ഷെ ഞാൻ എഴുതിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്, യെസ്, അതിനൊരു ഫാക്ടർ ഉണ്ട്. നമ്മൾ ഈ 365 ദിവസവും നമ്മൾ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് പഠിക്കുമ്പോഴും നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ ആ അന്നത്തെ എക്സാമിന്റെ 3 മണിക്കൂർ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിലാണ്. ഒരുപക്ഷെ നീറ്റ് 1-2 തവണയൊക്കെ എഴുതിയവർക്ക് ഈ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങൾ വിചാരിക്കും, ഞാൻ അന്ന് ചിന്തിച്ചതുപോലെ നിങ്ങളും ചിന്തിക്കും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുമെന്നുള്ളത്. പക്ഷെ ഇതിൻ്റെയൊക്കെ അപ്പുറം ഡെസ്റ്റിനി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിന് നമുക്ക് ആർക്കും, ആ ഫെയ്റ്റ്, വിധി എന്ന് പറയുന്നതിന് നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിനെ നമുക്ക് മറികടക്കാനും പറ്റില്ല. ഞാൻ തീർച്ചയായിട്ടും അതിൽ വിശ്വസിക്കുന്നുണ്ട്. അതിൽ എതിർപ്പുള്ളവരും കാണാം. ബട്ട് സ്റ്റിൽ അപ്പൊ അതൊരു വിക്റ്റിമാണ് ഞാനും. ഇപ്പൊ സത്യം പറഞ്ഞാൽ നമുക്കറിയാലോ, ഇതിൽ പല കാറ്റഗറീസ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. ഗവൺമെന്റ് സീറ്റ് ജസ്റ്റ് മിസ്സായവര്, അല്ലെങ്കിൽ MBBS എടുക്കാൻ പറ്റാത്തവര്, ഇനി ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നവര്. അല്ല, ഇതൊന്നും എനിക്ക് ആവശ്യമില്ല, എനിക്കൊരു അഗ്രികൾച്ചറോ BDSോ ചെയ്യുമ്പോഴും ഒക്കെ തന്നെ എന്റെ ആഗ്രഹം കിട്ടിയാൽ മതി എന്നുള്ളവരും ഉണ്ട്. പക്ഷെ ഞാൻ ആക്ച്വലി പ്രിപ്പയർ ചെയ്തിരുന്നത് MBBS തന്നെ കിട്ടണം എന്നുള്ളൊരാഗ്രഹത്തിലായിരുന്നു. എനിക്ക് വേറൊന്നും ഞാൻ ആക്ച്വലി ആഗ്രഹിച്ചിരുന്നില്ല. അപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, നമ്മളൊരു 10 ഇയേഴ്സ് കഴിഞ്ഞ് നമ്മൾ നോക്കാൻ നേരം നമ്മൾ സക്സസ്ഫുൾ ആവുന്ന ഫീൽഡ് ഏതാണ് എന്ന് നമുക്കൊരു ഐഡിയ കാണും. അതിപ്പോ എനിക്ക് എന്തായാലും ചെറുപ്പം മുതലുള്ള ആഗ്രഹമൊന്നും ഉറപ്പായിട്ടും ഇല്ലായിരുന്നു. പലരും പറയുന്ന കേൾക്കാമല്ലോ, നമുക്ക് ചെറുപ്പം മുതലേ എൻ്റെ ഒരു ആഗ്രഹമാണ് ഡോക്ടർ ആവുന്നുള്ളത്. എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം ഇല്ലായിരുന്നു. ഞാനൊരു 10th ഒക്കെ കഴിഞ്ഞപ്പോഴാണ്, അതായത് ഞാൻ +1 +2 സയൻസ് എടുത്തു. അപ്പോഴൊക്കെ തന്നെയും എനിക്ക് ലൈക്ക് ഒരു മെഡിക്കൽ ഫീൽഡ്, ഒരു ക്ലിനിക്കിലോ ഹോസ്പിറ്റലിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഒരു ജോബ് തന്നെ വേണം എന്നുള്ളത് അതെന്റെ ഒരു ക്ലിയർ കട്ട് ഐഡിയ ആയിരുന്നു. എന്തായാലും വേറെ ഒന്നിലോട്ട് ഞാൻ എന്തായാലും തിരിയാൻ വേണ്ടി പോകുന്നില്ല, ടീച്ചിങ് ഫീൽഡോ അല്ലെങ്കിൽ വേറെ സോഷ്യൽ വർക്കോ. നോ, ആ ഒരു സിനാരിയോയിലോട്ടൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. എനിക്കൊരു ക്ലിനിക്കൽ ബേസിസിൽ തന്നെ വർക്ക് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് സ്റ്റിൽ എൻ്റെ ആഗ്രഹം. പിന്നെ ഇതിൽ കാണാം, ഒരുപാട് പേര് സൈലത്തിനെ ഹെയ്റ്റ് ക്യാമ്പയിൻ ചെയ്ത് നടക്കുന്നവർ കുറെ പേരുണ്ട്. അത് എന്തിനാണെന്ന് എനിക്കറിയില്ല. മേ ബി അവര് പഠിച്ചിട്ടുണ്ടായിരുന്നിട്ട് മോശം എക്സ്പീരിയൻസ് ഉള്ളവരും ആകാം, അല്ല പഠിച്ചിട്ട് പോലും ഇല്ല, ചുമ്മാ വെറുതെ ഹേറ്റഡ് സ്പ്രെഡ് ചെയ്യാൻ വരുന്ന കുറെ ആൾക്കാരുണ്ടാവും. അവരോട് പറയാനുള്ളത്, നിങ്ങൾ ആക്ച്വലി പഠിക്കാത്തവരാണെങ്കിൽ, അവിടെ പോയി പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, പഠിച്ചിട്ട് നിങ്ങൾക്കുള്ള മോശം എക്സ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ.
പക്ഷെ ഇത് ചുമ്മാ എനിക്ക് കുറെയൊക്കെ തോന്നിയിട്ടുണ്ട്, ചുമ്മാതെ കുറെ ആൾക്കാർ വെറുതെ വന്ന് ഇങ്ങനെ ചുമ്മാ കമന്റ് എഴുതുന്നത്. എന്റെ വീഡിയോയിൽ തന്നെയല്ല, ഞാൻ വേറെയും കുറെ വീഡിയോസും ഇൻസ്റ്റാഗ്രാം ഒക്കെ ഓപ്പൺ ചെയ്യാൻ നേരത്തും ഒക്കെ കാണുന്ന ഒരു കാര്യം തന്നെയാണ്. കുറെ പേര് ചുമ്മാതെ വെറുതെ എഴുതുന്നത് പോലെ നമുക്ക് ഞാനൊരു സ്റ്റുഡന്റ് എന്ന രീതിയിലും അല്ലെങ്കിൽ ഞാൻ അവിടെ പഠിച്ചൊരു എക്സൈലമീൻ എന്നുള്ള രീതിയിൽ എനിക്കത് ഇത് പറയുന്നതിലൊക്കെ കുറെയൊക്കെ പോയിന്റ്ലെസ് ആണെന്ന് തോന്നാറുണ്ട്. ഇനി പഠിച്ചവരാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മോശം എക്സ്പീരിയൻസ് എടാ ബ്രില്യന്റിൽ പഠിച്ചത് കൊണ്ട് മാത്രം എല്ലാവർക്കും MBBS സീറ്റ് കിട്ടുന്നില്ല. ഇപ്പൊ സൈലത്തിൽ പഠിച്ച ആർക്കും MBBS സീറ്റ് കിട്ടാതെയും ഇല്ല. അപ്പൊ തന്നെ മനസ്സിലാക്കാമല്ലോ അതൊക്കെ ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണെന്നുള്ളത്. നമുക്ക് നമ്മുടെ 100% അല്ലെങ്കിൽ 101% ഇട്ട് പഠിച്ചിട്ടും അല്ലെങ്കിൽ അങ്ങനെ പഠിക്കണം. ഒബ്വിയസ്ലി ഈ നീറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു കോമ്പറ്റീറ്റീവ് ലെവലിന്റെ ഒരു അങ്ങേയറ്റം നിൽക്കുന്ന ഒരു എക്സാം ആണ്. നമ്മുടെ ഇപ്പം സോ കോൾഡ് റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ ഇതൊന്നും എഴുതാത്ത ഫ്രണ്ട്സിനോ ഒന്നും പറയുന്നതൊന്നും മനസ്സിലാവില്ല. അപ്പം അതിനൊക്കെ വേണ്ടി ഇറങ്ങി തിരിക്കാനുള്ള ഒരു ഗട്സ് തന്നെ ഒരു വേറെ തന്നെ ഒരു ലെവലാണെന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ 2 വർഷം പഠിച്ച് അനുഭവിച്ചിട്ടിരിക്കുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ ഇതിനൊക്കെ അപ്പുറം ഇനി നീറ്റ് കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ കിട്ടില്ല, അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കിട്ടുന്നില്ല, അപ്പൊ BDS ചൂസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരോ അങ്ങനെ, അല്ലെങ്കിൽ ഇതിനൊന്നുമല്ല ഒരു വേറെ തന്നെ ഒരു ഫീൽഡിലേക്ക് തിരിയാൻ വേണ്ടി പോകുന്നവർക്കൊക്കെ പറയാൻ വേണ്ടി പോകുന്നത്, എടാ നമ്മൾ എല്ലാവരും പഠിച്ചത് നീറ്റ് റിപ്പീറ്റ് ചെയ്ത് ഒരു ഗവൺമെന്റ് സീറ്റിന് വേണ്ടി തന്നെയായിരിക്കും, പക്ഷെ എല്ലാവർക്കും കിട്ടില്ല. അതാണ് അതിന്റെ ഒരു ട്രൂ ഫാക്ട്. എത്രയോ 1700 എത്രയൊക്കെ സീറ്റുകൾ മാത്രമല്ലേ ഉള്ളൂ നമ്മുടെ ഗവൺമെന്റിന്റെ അണ്ടറിൽ മാത്രം കേരളയില്. അപ്പൊ ഈ 25,000 30,000 സ്റ്റുഡൻസ് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊന്നും എല്ലാവർക്കും കിട്ടില്ല എന്നുള്ളതും അവർക്കും അറിയാം, വെറുതെ വന്ന് എഴുതുന്നവർക്കും അറിയാം അവർക്കും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മളത് ഫുൾ ജെന്യുവിൻ ആയിട്ട് അത്രയും പാഷനേറ്റ് ആയിട്ട് പഠിക്കാൻ വന്നിട്ടും കിട്ടാതെ പോകുന്ന ആൾക്കാരോടാണ്. ലൈഫ് ഹാസ് ടു മൂവ് ഓൺ. എനിക്ക് അന്ന് നീറ്റിന്റെ ആ ഒരു വീക്ക്, അതായത് മെയ് 5 മുതലുള്ള ഒരു വീക്ക് ഞാൻ എങ്ങനെ കടന്നുപോയി എന്നുള്ളത് എനിക്കും എന്റെ പാരന്റ്സിന് പോലും അത് മുഴുവനായിട്ട് അറിയുമെന്ന് എനിക്കറിയില്ല. അത്രയും ഫ്രജൈൽ ആൻഡ് ഭയങ്കര ഒരു അവസ്ഥയിലാണ് ഞാനും പോയിരുന്നത്. ഐ സ്പെൻഡ് 2 years ഫോർ ദിസ്. എന്നിട്ടും നമുക്ക് അത്രയും പെർഫോം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു ലെവൽ ഓഫ് സാഡ്നെസ്സിനും അപ്പുറത്തായിരുന്നു ഞാൻ. അപ്പൊ ഞാൻ പിന്നെ എടുത്തൊരു തീരുമാനമാണ്, ദിസ് ഈസ് എ പാർട്ട് ഓഫ് ലൈഫ്. എക്സാംസ് ആൻഡ് ഓൾ ആർ എ പാർട്ട് ഓഫ് ലൈഫ്. നമുക്കിപ്പം അല്ലെങ്കിൽ ഡോക്ടേഴ്സ് മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ, ഹൈ പേയിങ് സാലറി ആയിട്ടുള്ളൂ എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ദർ ആർ വേരിയസ് അതർ ഓപ്ഷൻസ് വേർ വി ക്യാൻ give our full strength or skill. അവിടെ നമുക്ക് പിടിച്ചു നിൽക്കാം. മേ ബി എനിക്ക് എന്തായാലും ഇപ്പം ആസ് ഓഫ് നൗ എനിക്ക് 0 റിഗ്രറ്റ്സ് ആണ്. ഇപ്പൊ കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ. ഓക്കെ, ഇനി എന്റെ സ്കോറിനെ പറ്റി ഞാൻ പറയാം. ഞാൻ അതിനെ പറഞ്ഞ് ഞാൻ എന്റെ സ്കോർ ഞാൻ ഇവിടെ റിവീൽ ചെയ്യുന്നില്ല, ലൈക്ക് ഇത്ര റാങ്ക് ഇത്ര സ്കോർ ഒന്നും റിവീൽ ചെയ്യുന്നില്ല. അതിൽ ഞാൻ കുറച്ച് അണ്ടർ കോൺഫിഡന്റ് ആണ്. ബട്ട് ഐ ക്യാൻ ഗിവ് യു an idea that obviously I'm not getting a government seat this year, but പക്ഷെ വേരിയസ് അതർ ഓപ്ഷൻസ് ഉണ്ട്. BDS, BAMS, BHMS, അഗ്രികൾച്ചർ ഒക്കെ ഉണ്ട്. പക്ഷെ ദ ഫാക്ട് ഇസ് ഞാൻ പഠിച്ചത് അല്ലെങ്കിൽ എനിക്ക് എന്റെ സ്കില്ല് മുഴുവനും എടുത്ത് എനിക്ക് എക്സീഡ് ചെയ്യാമെന്ന് തോന്നുന്ന ഒരു പ്ലാറ്റ്ഫോം വാസ് MBBS സീറ്റ്, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലാണ്. ഒബ്വിയസ്ലി ഞാൻ വേറൊന്നിനെ കുറിച്ചും അപ്പോഴും ആലോചിച്ചിരുന്നില്ല, ഇപ്പോഴും ആലോചിക്കുന്നില്ല. അപ്പോൾ എനിക്ക് അതിലോട്ടൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്, ദാറ്റ് ഗവൺമെന്റ് കിട്ടാനൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഐ എം ഗിവിംഗ് ദാറ്റ് ദി ഐഡിയ ഓഫ് വേർ മൈ സ്കോർ ലൈസ് എന്നുള്ളതാണ്. അപ്പോൾ MBBS ഒഴിച്ച് ബാക്കി എല്ലാത്തിനും കിട്ടാനുള്ള ഒരു സ്കോർ ഉണ്ട്, ഗവൺമെന്റ് സീറ്റ് തന്നെ കിട്ടാനുള്ള ഒരു സ്കോർ ഉണ്ട്. പക്ഷേ ആസ് ഓഫ് നൗ ഞാൻ അതിലൊന്നും പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നില്ല. ആൻഡ് എൻ്റെ ഫ്യൂച്ചർ ഡിസിഷൻ പ്ലാനിങ്സ് ഒക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഇഫ് യു ആർ മൈ ട്രൂ സബ്സ്ക്രൈബർ എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ എന്തായാലും റിവീൽ ചെയ്യും. സോ ഐ ആം ജസ്റ്റ് വൈൻഡിങ് അപ്പ് ദിസ് വീഡിയോ ടെല്ലിങ് യു ദാറ്റ് കിട്ടാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഏത് ലെവലിലാണോ നിൽക്കുന്നതിലേക്ക് ആ ലെവലിൽ നിന്ന് നിങ്ങൾക്ക് ഉദ്ദേശിച്ചൊരു മാർക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ yes, you
ക്യാൻ ക്രൈ, ബട്ട് മേക്ക് ഷുവർ ദാറ്റ് ആ കരഞ്ഞതിന് ശേഷം നിങ്ങൾ വീണ്ടും അതേ സെയിം കാര്യത്തിന് വേണ്ടി കരയില്ല എന്നുള്ളത്. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. സോ കീപ് എംബ്രേസിങ് ഒപ്റ്റിമിസം. ബൈ.